ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ടോക്ക് വന്നിട്ട് മൈലേജ് മൈലേജ് ഇപ്പോൾ ഞാൻ ഒരു ഫ്ലൂട്ട് മാറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മൈലേജ് നല്ല രീതിയുണ്ട്. ഇത്തിരി അത്ര ഒന്നുമല്ല, നല്ല പോലെ തട്ടുന്നുണ്ട്. കാരണം നേരത്തെ എനിക്ക് മൈലേജ് ഒരു 25-30 കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിലും ഭയങ്കര ഡൗണാണ്. കാരണം 1 ലിറ്റർ പെട്രോളിൽ എനിക്ക് 18-20 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എനിക്ക് ഓടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് 4 കിലോമീറ്ററൊക്കെയാണ് ആ ഒരു ഫ്ലൂട്ടിൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലൂട്ടിൽ മാറ്റം വരുമോ, എങ്ങനെ ഫ്ലൂട്ട് ഇടും മാറ്റം വരും എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. ഫ്ലൂട്ട് ഇടുന്നത് കൊണ്ട് ചെറിയ മൈനസ് ലെവലിലുള്ള ഒരു മൈന്യൂട്ട് ലെവലിലേ മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഫ്ലൂട്ട് ഇട്ട് നമ്മൾ മുറുക്കി കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ലതുപോലെ കത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിലിട്ട് വണ്ടി ഒന്ന് വലിപ്പിക്കും. ഒരു ഫ്ലൂട്ടിൻ്റെ ആ ഒരു നീറ്റ്നെസ് സൗണ്ട് വെളിയിൽ വരാൻ വേണ്ടി നമ്മൾ ഒന്ന് വലിപ്പിച്ച് സെക്കൻഡിൽ വലിപ്പിച്ച് തേർഡ് ഇട്ട് നമ്മൾ എങ്ങനെ വണ്ടീനെ വലിപ്പിക്കുന്നതിനനുസരിച്ച് എണ്ണ കത്തും, നല്ലതുപോലെ കത്തും. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെയാണ് മൈലേജ് നമുക്ക് എങ്ങനെയാണ് എണ്ണ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുക ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വന്നിട്ട് ഫ്ലൂട്ട് തന്നെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഫ്ലൂട്ട് തന്നെയാണ്. ഒരു നല്ലൊരു ഫ്ലൂട്ട് ഇടുക. അതായത് നോർമൽ ഫ്ലൂട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വഴി. അതാണ് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇഞ്ചിനിലേക്കോ മൈലേജിനോ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ നോർമൽ ഫ്ലൂട്ട് ഇട്ടാൽ അത് ഏറ്റവും വലിയ വഴിയാണ്. ഒന്നാമത് അതായില്ലേ. രണ്ടാമത് വന്നിട്ട് നമ്മൾ കത്തിക്കാതിരിക്കുക. വണ്ടി എങ്ങനെ നീറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, സാവധാനത്തെ എത്ര ഓടിക്കാൻ പറ്റുമോ അത്ര ഓടിക്കുക. ഒന്നാമത് ഇത്രയും പഴക്കമുള്ള വണ്ടി. എൻ്റെ തന്നെ വന്ന് നോക്കുകയാണെങ്കിൽ 91 മോഡലാണ്. ഒരു 33-34 വർഷത്തിൻ്റെ അടുത്ത് എൻ്റെ വണ്ടി പഴക്കമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുപോകണതേ അതൊരു വലിയ കാര്യമാണ്. ആ വണ്ടി ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകണതേ വലിയ കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് ശ്രദ്ധിക്കാൻ നോക്കുക. ഇപ്പോൾ അങ്ങനെ ഞാൻ സ്പീഡ് പോയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇടയിൽ നിൽക്കുക, ഓഫ് ആവുക, അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. മൈലേജ് ഷോട്ട് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെയാണ് വണ്ടീൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. മൈലേജ് കുറയ്ക്കാൻ സ്പീഡ് കമ്മിയാക്കുക. നോർമൽ മാക്സിമം ഒരു 50-60 പിടിക്കാൻ നോക്കുക. എൻ്റെ വീടിനോട് ഓപ്പൺ ഹൈവേ ആണ്. അതിലൊക്കെ മിനിമം ഒരു 80 പോയാലേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. കറക്റ്റായിട്ട് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് കിട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇതൊന്നും കമ്മിയാക്കുക. പിന്നെ അതുപോലെ ഓയിൽ നമുക്ക് കറക്റ്റ് സമയത്ത് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിലവർ ഞാൻ പഴയ വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഓയിൽ മാറ്റാനൊന്നും ആയിട്ടില്ല, നേരത്തെ വണ്ടിയിട്ട് അതൊരു സാമുറായി ആയിരുന്നു. രണ്ടിനെയും കമ്പയറിസും അല്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ സാമുറായി ആയിരുന്നു, എന്നോട് ഓയിൽ മാറ്റണ്ടായി. കൂട്ടുകാരനായിരുന്നു വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോൾ, ഇല്ലടാ അത് മാറ്റാനൊന്നും ആയിട്ടില്ല, അതൊക്കെ ഓടും. പക്ഷെ അങ്ങനെ നോക്കാതിരിക്കുക. മാക്സിമം പൊതുവെ RX 100 ഓയിൽ കറക്റ്റ് ആക്കാൻ നോക്കുക. പിന്നെ നമ്മൾ പെട്രോളിൽ കുറച്ച് ഓയിൽ കൂട്ടി ഒഴിച്ചെന്ന് വെച്ചാൽ നമുക്കൊന്നും വരാനില്ല. വണ്ടി ഇഞ്ചൻ സ്മൂത്ത് ആവാനേ ഉള്ളൂ. ഇപ്പോൾ അറ്റം പോയി കഴിഞ്ഞാൽ പ്ലഗേ പോവുള്ളൂ. അത് എപ്പോഴെങ്കിലും ഒരു 100 രൂപ 150 രൂപ നമുക്ക് ചിലവാക്കിയാൽ മതി. പക്ഷേ ഓയിൽ കമ്മിയാക്കണത് നമ്മുടെ ഇഞ്ചൻ പിസ്റ്റൻ ഒരയും ക്രാങ്ക് കംപ്ലയിൻറ്റോ അങ്ങനെ കുറേ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ അത് ഓയിൽ വേണമെങ്കിൽ കൂട്ടി ഒഴിച്ച് കുഴപ്പം വരാനില്ല. മൈലേജ് ഭയങ്കര ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. എത്രത്തോളം മൈലേജ് പ്രശ്നമാണെന്ന് ചോദിച്ചാൽ നല്ല പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക തന്നെ വേണം. അധികം വണ്ടി എടുത്ത് ഇങ്ങനെ പെട്ടയ്ക്കാതിരിക്കുക. RX ഉള്ളവർ എങ്ങനെയും പെട്ടയ്ക്കാതിരിക്കില്ല, അത് വേറൊരു വിഷയം. സൗണ്ടിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വണ്ടി നല്ല ഒരുപാട് സ്പീഡ് പോകുമെന്ന് കാണിക്കാനല്ല. സൗണ്ട് നമുക്ക് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് വിടില്ല. നമ്മൾ അതിനിങ്ങനെ അഡിക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ മൈലേജ് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കുക. അതായത് ഇപ്പോൾ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും, മൈലേജ് സേവ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു ഉപകാരമായി, നിങ്ങൾക്കൊരു ഉപകാരം. നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടൂണിങ് നല്ല പോലെ അറിയണ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സൗണ്ടും മൈലേജും നമ്മൾ ശ്രദ്ധിക്കണം. ടൂണിങ് കറക്റ്റാണ്. ടൂണിങ് നമ്മൾ വീട്ടിലിട്ട് ചിലവർ ചെയ്യുന്നുണ്ട്, സൗണ്ടിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് നീറ്റായിരിക്കും, പൊട്ടലൊക്കെ കറക്റ്റായിട്ട് വരും. ഒരു പക്ക നല്ലൊരു ഫ്ലൂട്ടൊക്കെ ഇട്ട് നമ്മൾ സ്ലോ സ്പീഡിൻ്റെ അല്ലാണ്ട് കാർബറേറ്ററിലുള്ള ടൂണിങ്ങിൻ്റെ സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ പൊട്ടൽ നല്ല പോലെ വരും. നല്ല പൊട്ടലായിരിക്കും, നല്ല രസമുണ്ട് കേൾക്കാൻ. പക്ഷെ മക്കളെ എണ്ണ ഇഷ്ടം പോലെ കുടിക്കേണ്ട വണ്ടി. അതൊരു വിഷയമാണ്. അപ്പോൾ അറിയുന്നവിടെ കൊടുത്ത് ട്യൂൺ ചെയ്ത് ചെയ്യാം മാക്സിമം. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അറിയുന്നവിടെ ട്യൂൺ ചെയ്യാം, അതാണ് എല്ലാവർക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൂടുതലും കറക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി നമ്മൾ പൊന്നുപോലെ നോക്കിയാലേ നമ്മളെ വണ്ടി ഇടവഴിയിൽ ഇടാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എങ്ങടെങ്കിലും പോണ സമയത്ത് നമ്മളെ വണ്ടി ഇടവഴിയിലിട്ടാൽ നമ്മൾ മൂഞ്ചിയില്ലേ. അപ്പോൾ നമ്മൾ വണ്ടീനെ നോക്കിയാലേ വണ്ടി നമ്മളെ നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മസ്റ്റായിട്ടെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ടിപ്പ് നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അതുകൂടെ എനിക്കും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.